ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോസഫ് അനിയൻകുട്ടനും ജോഷിയുടെ കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോസഫിൻ്റെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ്. എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം അനിയൻകുട്ടനാണെങ്കിൽ എടുക്കടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എടുക്കൂട്ടോ, പക്ഷെ പേരൊന്നും പറയടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോസഫ് സംസാരിക്കുന്നത്. അന്നേരം വിക്രം പറയാണ്, നീ ഇന്ന് വേദന വീണ്ടും മുന്നിലേക്ക് വരണം. രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഇവിടെ തൽക്കാലം ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണേ. അന്നേരം ജോസഫ് പറയുന്നുണ്ട്, അയ്യോടാ അതിന് ഞാനിവിടെ ഒന്നും ഇല്ലടാ, ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുക, ഒരു ട്രിപ്പ് പോയിരിക്കുക, ഞാൻ വരുമ്പോൾ വിളിക്കാടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അന്നേരം ജോഷി ചോദിക്കണം, ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാ, നമ്മളെവിടേക്കാണ് പോകുന്നതെന്ന് പറയാൻ നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് അയാളെ. ഈ സമയത്ത് വേദ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഫോൺ വേഗം കൊടുക്കാൻ കേട്ടോ. അതാ എന്ത് വേദയുടെ ഫോണാ, വേദ എൻ്റെ ഫോൺ എടുത്ത് വെച്ചിരിക്കല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വേദ ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രമിനെ, എന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ചോദിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് എനിക്കറിയാവുന്ന കാര്യമല്ലേ, പിന്നെ വിക്രമിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അറിയുന്നുണ്ടെങ്കിൽ തിരികെ കൊണ്ടുപോകാനും എനിക്കറിയാമെന്ന് അറിഞ്ഞൂടെയും ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. വിക്രം അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കേട്ടു എന്ന് പറയാൻ കേട്ടോ. അവർ പറഞ്ഞത് കാര്യമല്ലേ, അവർ പറയുന്നതിലും ന്യായം ഉണ്ടെന്നൊക്കെ വിക്രം പറയാൻ കേട്ടോ. അപ്പോൾ എന്ത് ന്യായം, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായിട്ട് വിക്രമിൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമാണെന്നുള്ളത്. അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് റിസ്ക് തന്നെയാണ്, ഒരു കാലത്തും നിനക്ക് സ്വസ്ഥത കിട്ടൂല എന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, അത് എനിക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അത് വിക്രമിനേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം, പക്ഷേ പിന്നെ നീ എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് എൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇയാളെ ഒരു കത്തിമുനിക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്, മറ്റൊരാളുടെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിലും ബലിയാടാകാനായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അതിലുപരി എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാനായിട്ട് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദാണ്ട് ചോദിക്കുകയാണ്, ഒരിക്കൽ പോലും എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ടില്ലേ വിക്രം എന്ന് ചോദിക്കാനിട്ട്, എൻ്റെ കൂടെ ജീവിക്കണമെന്ന് വിക്രത്തിന് ഒരിക്കലും ആഗ്രഹം തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയുകയാണ്. പിന്നെ അങ്ങോട്ട് വേദന അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ടിങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ നിൽക്കുകയാണ്. അതിന് ശേഷം വേദന രണ്ട് കവളും ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ എടുത്തിട്ട് പറയാണ്, ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് വേദ, ആരൊക്കെ എന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നീ എന്നെ വിട്ടുപോകരുതെന്ന്. പൊട്ടിപ്പോയൊരു ജീവിതമായിരുന്നു എൻ്റെ, അത് തുന്നിച്ചേർത്തത് നീയല്ലേ, പിന്നെ നിന്നെ ഞാൻ എങ്ങനെ വേണ്ടാന്ന് വെക്കാം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. കണ്ണീരും ചിരിയും ഒക്കെ ഒരുമിച്ച് വരികയാണ്. എന്നിട്ട് പറയാണ്, ഈ ലോകത്തിൽ വേറെ ആരെക്കാളും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് വേദ, നിന്നെ എനിക്ക് വേണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം വിക്രമിൻ്റെ കണ്ണൊക്കെ വേദയും തുടച്ചെടുക്കുന്നുണ്ട്. വേദയുടെ കണ്ണ് വിക്രമും തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങനെ കവളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, എനിക്ക് നിന്നെ വേണം, എനിക്കറിയാം ഇത് പ്രണയമാണെന്നുള്ള കാര്യം, അതെ നീ പ്രണയിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ സുന്ദരമായതുപോലെ തോന്നും, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, ഈ ലോകം മുഴുവൻ ഭയങ്കര സുന്ദരമാണെന്ന്, അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല വേദ എന്ന് പറഞ്ഞതിന് ശേഷം വേദന നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഇങ്ങനെ കയ്യിൽ പരസ്പരം അങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തോടുകൂടി നോക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. വേദവിക്രമിനോട് ചേർന്നിരിക്കുന്നതും രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ വിക്രം കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ചുമരിൽ ചേർന്ന് നിൽക്കുമ്പോൾ വിക്രമും പിന്നെയും കൂടെ ചെന്ന് വേദന ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കുമ്പോൾ വേദ അവിടെ നിന്ന് ഓടിപ്പോകും. വീണ്ടും വിക്രം പിന്നെ കൂടെ ചെന്ന് കൈ പിടിച്ച് രണ്ടുപേരും ബെഡിലേക്ക് കിടക്കുന്നതുമായിട്ടുള്ള പിന്നെ കുറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരു ജീവിതം അവിടെ നിന്ന് തുടങ്ങുകയാണ്. അത്രയൊക്കെയാണ് കേട്ടോ അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ടുപേരും പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതേ സമയം ജോസഫും അനിയൻകുട്ടനും ഒക്കെ
നമ്മുടെ പുളിക്കനെ തേടി പോകുകയാണ്. പുളിക്കനെ തേടി പോകുന്ന സമയത്ത് രാജേട്ടൻ വന്ന് പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വന്നാൽ മതി, അവനെയും കൊണ്ട് വന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫോൺ ഒരു കത്തി എടുത്തുങ്ങാണ്ട് ബാഗിൽ വയ്ക്കുമ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ജോസഫ് പറയുന്നുണ്ട്. അതിന് ശേഷം ഫോൺ എടുക്കാൻ കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ അനിയൻകുട്ടി ചോദിക്കുക, ഇത് നിൻ്റെ ഫോണല്ലേ ചോദിക്കും. അതെ എൻ്റെ ഫോണാണ്. നീയല്ലേ പറഞ്ഞത് അന്ന് വിക്രമിൻ്റെ ഫോൺ നിനക്കും നിൻ്റെ ഫോൺ വിക്രമിൻ്റെ കയ്യിലും ആയിപ്പോയിന്ന്, പിന്നെ നിനക്ക് എങ്ങനെ ഈ ഫോൺ തിരിച്ചു കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോസഫിന് ആകെ ഒരു ടെൻഷൻ ആവുകയാണ്. ഇതെങ്ങനെ ഇവരോട് സത്യം പറയും? അപ്പോൾ രാജയുടെ പറഞ്ഞ മര്യാദയ്ക്ക് സത്യം പറയടാ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയൻകുട്ടി ചാടി എഴുന്നേക്കണടാ, നിനക്കറിയല്ലേ വിക്രം എവിടെയുണ്ടെന്ന്, പറയടാ വിക്രം എവിടെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജേട്ടൻ പറയടാ നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇനി വിക്രമിനെ ചോദിക്കാനുണ്ട്. രാജേട്ടൻ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് ജോസഫ് ഇങ്ങനെ കൈ തട്ടി മാറ്റാണ്. സത്യം പറയുമെന്ന് പറയും കേട്ടോ. അത് പിന്നെ എടാ നീ പറയെന്ന് പറയട്ടോ. അപ്പോൾ ജോസഫ് പറയും, അന്ന് ഞാൻ പറഞ്ഞത് ശരിയാ, വിക്രമിൻ്റെ ബൈക്ക് അവിടെ തട്ടിമറിഞ്ഞ് വീണ് കിടക്കുന്നത് ഞാൻ കണ്ടതാന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ പറയാണ് കേട്ടോ. വിക്രമിന് വെടി കൊള്ളുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജോസഫ് പറയാണ്, എനിക്ക് വിക്രം എവിടെയാണെന്ന് അറിയാഞ്ഞിട്ടല്ല രാജേട്ടാ, പക്ഷെ എനിക്കത് പറയാൻ നിവർത്തിയില്ല, എന്നോട് അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? വേദ. ആണോ എന്ന് പറയട്ടാ. വേദ വിക്രമിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്താടാ, എന്തായാലും നീ അത് പറയണ്ട ഞങ്ങളോട്, കാരണം നിൻ്റെ അത്രയ്ക്ക് മനസ്സുറപ്പ് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫിനും ആരും ആശ്വാസമാവണ്ട. നീ അങ്ങോട്ട് പറയും, നീ ഇനി പറയണ്ടടാ, അത് നീ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, എന്നാൽ ഇത്ര വലിയ രഹസ്യം നീ എങ്ങനെ സൂക്ഷിച്ചടാ എന്ന് പറയാം കേട്ടോ. അതാണെടാ നമ്മളിൽ നിന്ന് അവനെ വ്യത്യസ്തമാക്കുന്നതെന്ന് രാജേട്ടൻ പറയാനേ. ഈ സമയത്ത് ജോഷി വന്നിട്ട് ഹോണടിക്കുകയാണ് കേട്ടോ, നാഗർകോവിലേക്ക് പുളിക്കനെ തേടി പോകാനായിട്ട്. അതിനുശേഷം പിന്നീട് വേദന വിക്രമിനെയാണ് കേട്ടോ കാണിക്കുന്നത്. വിക്രം വലിയ ഹാപ്പിയിലാണ് കേട്ടോ. രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീവിതമൊക്കെ തുടങ്ങി. വേദയുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മറന്നു, രണ്ടുപേരും ഒരുമിച്ച് സ്നേഹമായല്ലോ. അപ്പം പിന്നെ വലിയൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. പാട്ട് പാടുന്ന സമയത്താണ് നമ്മുടെ വർഷ അവിടേക്ക് വരുന്നത്. വർഷയ്ക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നുന്നുണ്ട്, ഒരാണിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴേക്കും ദീപ്തി വരും കേട്ടോ. ദീപ്തി ചോദിക്കുക, എന്താ ഇവിടെ? അല്ല ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങനെ നിൽക്കുകയാണേ. നമ്മളെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. വേദന നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വേദന ചിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ദീപ്തി ഇങ്ങനെ വാതിൻ്റെ അവിടെ വന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. ദീപ്തിക്ക് കാര്യം അറിയാലോ. അപ്പം ഏതോ ഒരു ആണിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് വർഷ പറയുമ്പോൾ, ആണിൻ്റെ ശബ്ദമോ? പിന്നെ അത് വേദിച്ച് പാടുന്നതോ? വേദ എന്താ ആണിൻ്റെ ശബ്ദത്തിലാണ് പോടാ. അത് പിന്നെ വേദിച്ച് അടിക്കിട്ട് മിമിക്രി ഒക്കെ കാണിക്കാറുണ്ട്, ചിലപ്പോൾ അതായിരിക്കും മിമിക്രി. എന്നിട്ട് ഞാനിതുവരെ കേട്ടിട്ടില്ല. അത് പിന്നെ തനിച്ചിരുന്നിട്ടാണെന്ന് പറയട്ടോ. എന്നാൽ എനിക്കത് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് വാതിൽ തട്ടി വിളിക്കണം, വേദേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ വിക്രമിനോട് വർഷെടുത്തി വന്ന് വേഗം മാറുമെന്ന് പറഞ്ഞിട്ട് വിക്രം ബാത്റൂമിലേക്ക് പോകും. വേദ വന്നിട്ട് വാതിൽ തുറക്കാണേ. വർഷ ചാടി എന്ന് പറഞ്ഞ പോലെ അകത്തേക്ക് അങ്ങോട്ട് ഓടി കയറാണ്. ദീപ്തി പരമാവധി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ അതിനെ അനുവദിക്കുന്നില്ല. ഇവിടെ ഒരു പാട്ട് കേട്ടല്ലോ എന്ന് പറയണ്ട. അതിനെന്താ ചോദിക്കട്ടോ വേദ. അല്ല ഒരാണിൻ്റെ സൗണ്ടിലാണല്ലോ പാട്ട്. ആണിൻ്റെ സൗണ്ടിലോ എന്ന് ചോദിക്കാണ്ട്. അതെ ഒരാണിൻ്റെ സൗണ്ടിലാണ് പാട്ട് കേട്ടതെന്ന് പറയും. അത് പിന്നെ വേദേച്ചിട്ടക്കിട്ട് മിമിക്രി ഒക്കെ കാണിക്കാറില്ലേ, അതാണെന്ന് ഞാൻ വർഷത്തിനോട് പറഞ്ഞു എന്ന് പറയട്ടെ. അങ്ങനെ അത് ഞാൻ ഇടയ്ക്കിട്ട് കാണിക്കാറുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. എന്നാലേ നീ ഒരു കാര്യം ചെയ്യും, ആ പാട്ട് ഒന്നും കൂടെ പാടിക്കാന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അവിടേക്ക് ഓടിച്ചില്ലാണ്. അപ്പോഴേക്കും വിക്രം ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കും. അപ്പോഴേക്കും ദീപ്തി വന്നിട്ട് പിടിച്ചിട്ട് പോയി അവിടെ തന്നെ നിർത്താണേ. അപ്പോൾ വർഷയാണെന്നുണ്ടെങ്കിൽ പോകാനുള്ളൊരു ഇത് നിൽക്കണില്ല കേട്ടോ, പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയും, ആ പാട്ട് എനിക്കും കൂടെ കേൾക്കണം എന്ന് പറയും. ഇപ്പോൾ തൽക്കാലം എനിക്ക് പാടാനായിട്ട് മനസ്സില്ല എന്ന് പറയും കേട്ടോ വർഷ. എന്നാലേ ഞാൻ നിൻ്റെ ചേട്ടനോട് പറഞ്ഞോട്ടെന്ന് പറയും. ആയിക്കോട്ടെ ചേട്ടനോട് ചെന്ന് പറയും. അപ്പം നമുക്കൊരു ഗാനമേള തന്നെ സെറ്റാക്കാം. വേണമെങ്കിൽ വർഷെടുത്തിയുടെ അച്ഛനെയും അമ്മനെയും ദർശനമൊക്കെ വിളിച്ചോ. എടി ദീപ്തി നീയും കുറച്ച് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചോ. ശരി ചേച്ചി ഞാൻ വിളിക്കാം. എന്നായിക്കോട്ടെ പോയെന്ന് പറഞ്ഞിട്ട് വേഗം ഉന്തിക്കൊണ്ട് പോകാണ് കേട്ടോ ദീപ്തി. അതിനുശേഷം അവർ പോയതിന് ശേഷം വാതിൽ കുറ്റിയിട്ടിട്ട് വേഗം വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് വിക്രമിനോട് പറയുതേ വർഷത്തിൽ പോയി വായോ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുതേ ഇനിയെങ്ങാനിവിടെ പാട്ടെങ്ങാനും പാടിയിട്ടുണ്ടെങ്കിൽ എത്തുകൊണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും എന്ന് പറയും കേട്ടോ. പിന്നെ പറയും വേണമെങ്കിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പതുക്കനെ പാടിക്കോ കേട്ടോ എന്ന് പറയും കേട്ടോ. അങ്ങനെ വിക്രമിനെ ചിരിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കട്ടോ. പോയാ എന്ന് ചോദിക്കട്ടെ. പോയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം എന്ന് പറയുകയാണേ. അങ്ങനെ വിക്രമ വന്നിട്ട് ബെഡിലിരിക്കുകയാണ് കേട്ടോ. ബെഡിലിരുന്നതിന് ശേഷം വീണ്ടും പാടാനായിട്ട് തുടങ്ങുകയാണ്. തൂമഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, ആ പാട്ട് പാടാൻ തുടങ്ങുമ്പോഴേക്കും വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ദൈവത്തെ ഓർത്ത് യേശുദാസൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ളൊരു അടുപ്പൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ വിക്രമില്ല ഞാൻ പാടുന്നില്ല എന്നൊക്കെ പറയും.
പിന്നെ കാണിക്കുന്നത് പ്രമോ ആണ്. പ്രമോയിൽ ഇങ്ങനെ രണ്ടുപേരും വീണ്ടും ചേർന്നിരിക്കുന്നതും റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ പുളിക്കനെ നാഗർകോവിൽ വെച്ചിട്ട് ജോസഫൊക്കെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ജോസഫ് ചോദിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും ഇവരുടെ പിന്നിൽ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ജോഷി വിളിച്ച് പറയുന്നുണ്ട് വാസവനോടും അതുപോലെ തന്നെ ജോസഫിനോടൊക്കെ സത്യം തുറന്നു പറയാനായിട്ട് പുളിക്കൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്തിനെ വിളിച്ച് പറയുകയാണ്. അതിനുശേഷം നമ്മൾ വിക്രമിനെയാണ് കാണിക്കുന്നത്. വിക്രം വേദനോട് പറയാണ് പുളിക്കൻ പിടിയിലായി എന്ന് പറയാൻ കേട്ടോ. എവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ വേറൊരു നാഗർകോവിൽ വെച്ചിട്ടാണ് പിടിച്ചത് എന്ന് പറയും കേട്ടോ. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പുളിക്കൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.